വെണ്ണിലവ് സാരൽ നീ വീസും കുളിർ കാതൽ നീ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു പ്രത്യേക തരം വീഡിയോ ആണ്. പ്രത്യേക തരം എന്ന് വെച്ചാൽ ഇന്നൊരു പ്രിപ്പറേഷനാണ്. എന്ത് പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ ഫുഡ് പ്രിപ്പറേഷൻ ബൈ മൈ മദർ. സോ ഇന്നത്തെ വീഡിയോൻ്റെ താരം അമ്മയാണ്, ഞാനല്ല. ഞാൻ അസിസ്റ്റൻറ്റ്. ഞാൻ വന്നിട്ട് വീഡിയോസൊക്കെ എടുക്കും, അമ്മ വന്നിട്ട് കുക്ക് ചെയ്യും. അങ്ങനെയാണ്. അപ്പം എന്താണ് സ്പെഷ്യൽ എന്ന് നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാം. അമ്മ ഇപ്പോൾ ഇവിടെ ഇല്ല. അമ്മയും അനിയനും കൂടിയും പുറത്ത് വാങ്ങിക്കാൻ പോയിക്കുക സാധനങ്ങൾ. അപ്പം നമുക്ക് വഴിയെ ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, സോ ഇൻട്രോ അധികം വൈകിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എന്ത് മീനാ വാങ്ങിച്ചേ? ശീലല്ല, ശീലാവ്. അപ്പം അങ്ങനെ ദേ അമ്മ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ആക്ച്വലി ഇത് കഴുകേണ്ട ആവശ്യം മാത്രമേ നമുക്കുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇവർ വെട്ടിയൊക്കെ കടയിൽ നിന്ന് വന്നപ്പോൾ തന്നെ വെട്ടിയൊക്കെയാണ് കൊണ്ടുവന്നത്, ക്ലീൻ ആക്കിയിട്ട്. ഇപ്പോൾ കഴുകേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ദേ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് പരിപാടി വെച്ചിട്ട് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ചീനച്ചട്ടി എന്ന് കേട്ടോ പറയാം. നിങ്ങളുടെ അവിടെ പറയണത് എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞങ്ങളിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഈ കഷ്ണങ്ങളൊക്കെ ഡിസ്റ്റർബൻസ്. ഈ കഷ്ണങ്ങളൊക്കെ ഞാൻ അരിഞ്ഞു കൊടുത്താണ്. അതെനിക്ക് സാറ്റിസ്ഫാക്ഷൻ. ഞാനത് അരിഞ്ഞു കൊടുത്തു, ഞാൻ സഹായിച്ചു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എനിക്ക്. അങ്ങനെ പിന്നെ എനിക്ക് വീഡിയോ എടുത്തപ്പോൾ തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഷെയ്ക്കും അങ്ങടെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം വെച്ചാൽ ഭയങ്കര ഡിസ്റ്റർബൻസ്. അവിടെ ശബ്ദം ഉണ്ടാകുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കും, അപ്പോൾ അങ്ങനെ ഷെയ്ക്കാവും. അങ്ങനെയായിരുന്നു. അപ്പോൾ അമ്മയുടെ ചെമ്മീൻ കൂട്ടം അപ്പുറത്തിരുന്ന് തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചെമ്മീൻ കൂട്ടാൻ കാണിക്കും കേട്ടോ. എന്നിട്ട് ഉള്ളി ഇട്ടു, നമ്മൾ ഉപ്പിട്ടു. ഇനി കുറച്ച് നേരം കഴിഞ്ഞാൽ തക്കാളി ഇടും. ഇതാ കണ്ട ചെമ്മീൻ കൂട്ടാൻ സെറ്റാണ് സാധനം. ഫിഷ് കഴിക്കാൻ പോയപ്പോൾ മോന് കരിമീൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 2 കരിമീൻ ഉണ്ടായിരുന്നുള്ളൂ. അത് മേടിച്ചു. പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. എയർ ഫെയറിൽ വെച്ചിട്ടാണ് പൊളിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ അത് ചെയ്യണേ. സക്സസ് ആവുമെന്നറിയില്ല, കഴിഞ്ഞിട്ട് കാണിക്കാം. നീ പറയണേട്ടാ, പറഞ്ഞ് പഠിപ്പിച്ചാണെന്ന് തോന്നേയില്ല. ഗുഡ് ബോയ്. അപ്പോൾ പറയുന്നത് വേറെ ഒന്നുമല്ല, ഉണക്ക ചെമ്മീൻ ഫ്രൈയും ചെമ്മീൻ കൂട്ടാനുണ്ടെന്നാണ് കേട്ടാ പറയണത്. ഇനി എൻ്റെയും ദൈവൻ്റെയും പ്രഹസനം കാണാം. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ തക്കാളി ഇട്ടു. ഇന്നാണെങ്കിൽ ഉണ്ടല്ലോ ഫുഡുകളുടെ കലവറ തന്നെ ഉണ്ടായിരുന്നു. നല്ലോണം സാധനങ്ങളുണ്ടായിരുന്നു. ഇത് കിളിമീൻ ഫ്രൈ ആണ്. അമ്മ എന്താ പറയുന്നതെന്ന് വെച്ചാൽ വേറെ സ്ഥലത്തൊക്കെ വേറെ വേറെ പേരാണല്ലോ പല സ്ഥലങ്ങളിലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനാണ്. ഞാൻ വീണ്ടും അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പ്രത്യേകിച്ച് ഒന്നല്ലേ ഇളക്കി കൊടുക്കൽ. അതിൻ്റെ ഇടയ്ക്ക് ഈ ചെക്കൻ വന്നിട്ട് വേറെ എന്തോ പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലായില്ല, അവൻ്റെ ഭാഷ എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വേറെന്താ, ഇത് നല്ലോണം ആയിട്ട്, അതായത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ മസാലകളൊക്കെ ഇട്ട് കൊടുക്കും. കണ്ടില്ലേ, കരിമീൻ മസാല തേച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ട്. എനിക്ക് കാണുമ്പോൾ തന്നെ ഇതല്ല കേട്ടോ, ലാസ്റ്റത്തെ ആ സംഭവം കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ അമ്മ ഇതിൽ മഞ്ഞപ്പൊടി ഇട്ടു, മഞ്ഞൾ തൂൾ അങ്ങനെ എന്തോന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഞാൻ വോയിസ് ഓവർ ആയിട്ടുണ്ടായിട്ട് ഞാൻ ഇതൊന്നും പറയുന്നില്ല, കാരണം എനിക്ക് അത്ര ഡിസ്റ്റർബൻസ് തോന്നി, അതുകൊണ്ടാണ്. പിന്നെ മുളക് പൊടി ഇട്ടു. ഇതിന് എനിക്ക് അറിഞ്ഞുകൂടാ തമിഴ് പറയാം. അപ്പം ഞാൻ മുളക് തൂൾ എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് അനിയനാണോ മുത്തശ്ശനാണോ എന്നറിയാം ഒച്ച ഉണ്ടാക്കി. അപ്പോൾ ഞാൻ അമ്മയെ കൊണ്ട് വീണ്ടും കുരുമുളക് പൊടി ഇടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, വീണ്ടും ഇടിയിച്ചതാണ്, ഞാൻ ഇട്ടതല്ല. എനിക്കിതിൻ്റെ അളവുകളൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ഇങ്ങനെ സാധനങ്ങൾ പറഞ്ഞു തരാം, എനിക്ക് ബാക്കിയൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെ എനിക്ക് വീഡിയോയുടെ ക്ലാരിറ്റി, എനിക്ക് നല്ല വിഷമമുണ്ട് ഈ വീഡിയോ എടുത്തതിൽ. സത്യം പറഞ്ഞാൽ എടുക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു. കാരണം അമ്മ അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും. അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയായിട്ട്. ഞാൻ പറഞ്ഞോന്ന് പറഞ്ഞോളൂ അതിന് മുമ്പ്. ഈ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്നാലും ഞാൻ ആവശ്യമായിട്ട് പറയാം, അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും. അപ്പം അങ്ങനെ അമ്മ ഫുഡ് ഉണ്ടാക്കണത് ഇതുവരെയായിട്ട് ഇട്ടിട്ടില്ല ഇതിൽ. അടിപൊളി ടേസ്റ്റ്. ഞാൻ പണ്ടോടെ കഴിക്കാത്ത ഫുഡുകളുണ്ട് കുറേ, അതൊന്നും ഞാൻ കഴിക്കില്ല. ബാക്കിയെല്ലാം എനിക്കിഷ്ടമാണ് അമ്മയുടെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മസാല ഇട്ടു, അതിൻ്റെ മീതെ കരിമീൻ വെച്ചു. കരിമീനും മസാല വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മീതെ വീണ്ടും വെച്ചു, മസാല ഇട്ടു, വീണ്ടും. എന്തൊക്കെയാണ് പറയണേ, എന്തായാലും നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലേ. ഓക്കെ, ഇനി നമ്മൾ ആ എയർ ഫ്രയറിലോട്ട് വെച്ചിട്ട് ആയപ്പം നമ്മൾ തുറന്ന് നോക്കുകയാണ്. എനിക്ക് എൻ്റെ സ്മെല്ലടിച്ചപ്പോൾ തന്നെ ഭയങ്കരമായിട്ട്
കഴിക്കാൻ തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റത്തെ കഴിക്കണ വീഡിയോ എടുത്തില്ല. സത്യം പറയാനുള്ള ഭയങ്കര പൊളിയായിരുന്നു. ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഈ ഫുഡിനെ ഇങ്ങനെ പൊക്കി പറയല, അമ്മയുടെ ഫുഡിനെ പൊക്കി പറയല, അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാൻ തുടങ്ങി. ഇവിടം വരെ ഉള്ളൂ കേട്ടോ വീഡിയോസ്. ഇപ്പം നിൽക്കും. ഞാൻ എല്ലാവരോടും ബായ് പറയാനും കൂടി പറയുന്നുണ്ട്. അപ്പം ഇന്നത്തെ സാധനങ്ങൾ എന്താണെന്ന് കാണിക്കാം. അതാ ഫസ്റ്റ് കരിമീൻ പൊള്ളിച്ചതുണ്ട്, പിന്നെ അവിയലുണ്ട്. ഞാൻ കൂട്ടൂല എന്നാണ് കാണിക്കുന്നത് കേട്ടോ, കൈയൊക്കെ ഇളക്കിയിട്ട്. പിന്നെ എന്താ കിളിമീൻ ഫ്രൈ ഉണ്ട്, അത് എയർ ഫ്രയറിൽ ഒരു തരി എണ്ണയില്ലാണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ അതാ നമ്മുടെ അനിയനുണ്ട്, അമ്മമ്മയുണ്ട്, മുത്തശ്ശൻ ഇപ്പം വരും കേട്ടോ. അമ്മതാ വീണ്ടും സാധനങ്ങൾ കൊണ്ടുവച്ചു. അത് ഇടിയഞ്ചക്ക തോരനും പിന്നെ ചെമ്മീൻ കൂട്ടാനും ചോറും അത്രയൊക്കെ തന്നെയുള്ളൂ. അച്ചാറ് വേണമെങ്കിൽ എടുക്കും. അങ്ങനെയാണ്. എല്ലാവരോടും ബായ് പറയാൻ പറയുന്നുണ്ട്, പക്ഷെ ആരും ബായ് പറയണ്ട. എന്നാൽ ഞാൻ ബായ് പറയാന്ന് പറഞ്ഞപ്പോൾ